UDF സ്ഥാനാർത്ഥിയുടെ കൃത്രിമമായിട്ടുള്ള രേഖ ചമയ്ക്കലും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുകയും വളഞ്ഞ വഴിയും അബദ്ധസഞ്ചാരവും അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിലെ ഒരു മുഖമുദ്രയാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അനുകരിക്കാനും പ്രവർത്തിക്കാനും പാടില്ലാത്ത രൂപത്തിൽ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഗൗരവമേറിയിട്ടുള്ള കുറ്റകൃത്യമാണ് UDF സ്ഥാനാർത്ഥി PK ശശി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും ഇവരുടെ പേര് കൃത്യമായി അതിൻ്റെ ഇനീഷ്യലും അഡ്രസ്സൊക്കെ വരിക പ്രാഥമികമായിട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനം കുടിക്കിളിയാട് AUP സ്കൂളാണ്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന് 57 നമ്പർ പ്രകാരം ശശിധരൻ PK സൺ ഓഫ് പ്രഭാകരൻ നായർ, ശശിധരൻ എന്നാണ് ഇപ്പോൾ PK ശശി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ പ്രാഥമികമായി ചേരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ രജിസ്റ്ററിലുള്ള പേര് തന്നെയാണ്. ആ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിലവിലുള്ള നിയമപ്രകാരം റൂൾസ് പ്രകാരം 2 പത്രങ്ങളിൽ പരസ്യം കൊടുക്കണം. അതിനുശേഷം ഗസറ്റ് വിജ്ഞാപനം നൽകുക. അതിലൂടെ മാത്രമേ തൻ്റെ പേര് മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അങ്ങനെ പേര് മാറ്റിയ ഒരുപാട് ആളുകളുണ്ട്. അത് ഇദ്ദേഹം ഇതുവരെയും ചെയ്തതായി കാണുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് 2024 6 മാസമാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ വളരെ ബോധപൂർവം അച്ഛൻ്റെ പേര് കൊടുത്തിട്ടില്ല, പ്രഭാകരൻ നായർ എന്ന പേര് കൊടുത്തില്ല, അമ്മയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. പാസ്പോർട്ടിൻ്റെ ഒരു വശം മാത്രമാണ് എടുത്തത്. അത് അച്ഛൻ്റെ പേരോടെയും കൊടുത്താൽ ഇത് പിടിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അതിൽ Y3517 നമ്പർ പാസ്പോർട്ടിൽ ശശി എന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. അപ്പോൾ വെരിഫിക്കേഷൻ രംഗത്ത് തന്നെ ചില സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാസ്പോർട്ടിന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനേക്കാൾ ഗൗരവമായത് 15/8/1957 ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ രേഖകളിൽ പറയുന്നത് 1955 15/8/1959 2 വയസ്സിൻ്റെ മാറ്റം. ഈ വയസ്സ് കൊണ്ടെങ്കിൽ 15/8/55 പാസ്പോർട്ടിൽ 57 അത് 15/8 മാറ്റില്ല. August 15 15/8 കൊല്ലം മാറ്റി. അപ്പോൾ അച്ഛൻ്റെ പേര് ഇതിൽ കൊടുത്താലാണ് ഇത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുക എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അച്ഛൻ്റെ പേര് മാറ്റി അമ്മയുടെ പേര് കൊടുത്തത്. സാധാരണ അച്ഛൻ്റെയും അമ്മയുടെയും പേരുണ്ടാവും. എന്തുകൊണ്ടാണ് പാസ്പോർട്ടിൽ ഇങ്ങനെ വന്നത് എന്നതും ഗൗരവമാണ്. ഈ പാസ്പോർട്ട് കള്ള പാസ്പോർട്ട് വെച്ചിട്ടായിരുന്നു വിദേശയാത്ര കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ടുള്ള കുഴപ്പമാണ്, തെറ്റാണ്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തോളം പഠിച്ചവർ തന്നെ 1-2 ആളുകൾ പരാതി ഇതിനകം നൽകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. LDF ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും വേണം. ഇത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം 175, 335, 227 അങ്ങനെ തുടങ്ങി 340 വരെയില്ല. എല്ലാ വകുപ്പുകളും ഞാൻ പറയുന്നില്ല.
റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം 1951 125A പ്രകാരം ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അതോടൊപ്പം തന്നെ ഗൗരവമാണ് ഇന്ത്യൻ പാസ്പോർട്ട് ആക്ടിൻ്റെ 12ാം വകുപ്പ് പ്രകാരം കുറ്റകരവും നിരവധി വർഷക്കാലം തടവ് ശിക്ഷ അനുഭവിക്കാൻ തക്കതായിട്ടുള്ള കുറ്റമാണ്. ഞാൻ അദ്ദേഹത്തെ ശശിധരനാണ് വിളിക്കേണ്ടത്, ശശിധരൻ എന്നാണ് വിളിക്കേണ്ടത് എനിക്കറിയില്ല.